പുതിയ വർഷമായ 2023 പി എഫ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഞാനിവിടെ പി എഫ് ലോഗിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം മെമ്പേഴ്സ് ഹോം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ മെമ്പേഴ്സ് ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. എൻ്റെ 2-3 എംപ്ലോയിയുടെ UN നമ്പർ പാസ്വേഡ് ഇവിടെ ഓട്ടോ സേവ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ UN നമ്പർ പാസ്വേഡും ഫില്ല് ചെയ്ത് കാണുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുമെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ UN നമ്പറും പാസ്വേഡും കറക്റ്റ് അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UN നമ്പറും പാസ്വേഡ് എങ്ങനെ കിട്ടുന്നതും അതുപോലെ UN നമ്പർ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനുശേഷം ക്യാപ്ച കൊടുത്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഈ നോമിനേഷൻ ഫെസിലിറ്റി ഈസ് അവൈലബിൾ വിത്ത് ഇ സൈൻ. പ്ലീസ് ഫിൽ യുവർ നോമിനേഷൻ ഇമ്മീഡിയറ്റ്ലി ഇഫ് നോട്ട് ഫയൽഡ്. ഇത് ഈ നോമിനേഷൻ കൊടുക്കേണ്ടതാണ്. ഈ നോമിനേഷൻ എങ്ങനെ ചെയ്യുക എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുക. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ലേറ്റർ ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനൊരു പേജ് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഓൺലൈൻ ക്ലെയിം ഫോം ഉണ്ട്. അതിനുശേഷം 1 മെമ്പർ 1 EPF ട്രാൻസ്ഫർ ഉണ്ട്. ഒരു PF വേറെ PFലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് ഉണ്ട്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഡൗൺലോഡ് അനക്സ്റ്ററും ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായ ക്ലെയിം ഫോമിൽ പോകാം. ക്ലെയിം ഫോം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അടിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ PFുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ കൊടുക്കുക. സോ അതിപ്പം വെരിഫൈ ആയി. ഇവിടെ എസ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് EPF, ഡേറ്റ് ഓഫ് ജോയിനിങ് EPS ഉണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് എക്സിറ്റ് EPFിൽ, അതായത് ഈ ഒരു എംപ്ലോയി ഇപ്പം കറൻ്റ്ലി വർക്കിംഗ് ആണ്. സോ ഈ ഒരു എംപ്ലോയിക്ക് ഫുൾ ആൻഡ് ഫൈനൽ എടുക്കാൻ കഴിയില്ല, ഓൺലി അഡ്വാൻസ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു എംപ്ലോയിൻ്റെ അഡ്വാൻസ് വിഡ്രോ ആണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിമിൻ്റെ അത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഐ വാണ്ട് ടു അപ്ലൈ ഫോർ PF അഡ്വാൻസ് ഫോം 31. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു എംപ്ലോയിക്ക് അഡ്വാൻസ് മാത്രമേ എടുക്കാൻ കഴിയും, ഫുൾ ആൻഡ് ഫൈനൽ എടുക്കാൻ കഴിയത്തില്ല. അതിനുശേഷം സെലക്ട് സർവീസ്, നമ്മുടെ കമ്പനിയുടെ പേര് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പർപ്പസ് ഫോർ വിച്ച് അഡ്വാൻസ് ഈസ് റിക്വയർഡ്, എന്തിനാണ് നമ്മൾ ഈ അഡ്വാൻസ് എടുക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇൽനെസ്, പവർ കട്ട്, മാരേജ്, ഹയർ എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്. ഞാനിവിടെ ഇൽനെസ് ആണ് കൊടുക്കുന്നത്. ഇതിന് മുമ്പിൽ കോവിഡിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആ കോവിഡിൻ്റെ ഓപ്ഷൻ കിട്ടുമെങ്കിൽ നിങ്ങളത് കൊടുത്തോ. ഞാനിപ്പോൾ ഇവിടെ ഇൽനെസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എമൗണ്ട് ഓഫ് അഡ്വാൻസ് ഈസ് റിക്വയർഡ്, എത്ര എമൗണ്ട് വേണമെന്ന്. ഞാനിവിടെ ഒരു 50,000 കൊടുക്കുന്നുണ്ട്. 50,000 കൊടുക്കുകയെന്ന് വെച്ചാൽ 50,000 കംപ്ലീറ്റ് കിട്ടണമെന്നില്ല. നമ്മുടെ ബാലൻസ്, നമ്മുടെ PF അക്കൗണ്ടിലെ ബാലൻസ് ഒക്കെ പ്രകാരമാണ് നമ്മൾ എമൗണ്ട് ക്രെഡിറ്റ് ആവുക. സോ ഞാനിവിടെ ഒരു റഫ് ഫിഗർ ആയിട്ടാണ് ഒരു 50,000 കൊടുത്തത്. അതിനുശേഷം എംപ്ലോയി അഡ്രസ്സ് നമ്മൾ ആധാർ കാർഡിലെ അഡ്രസ്സ് കറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമുള്ള ഓപ്ഷനാണ് അപ്ലോഡ് സ്കാൻ കോപ്പി ഓഫ് ചെക്ക് ഓർ പാസ്ബുക്ക്. നമുക്കിവിടെ ചെക്കോ അല്ലെങ്കിൽ പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യാം. ചെക്കിൻ്റെ അകത്ത് നമ്മുടെ നെയിം പ്രിൻ്റ് ആയിരിക്കണം. അതുപോലെ പാസ്ബുക്കിൽ ബാങ്കിൻ്റെ സീലും സൈനും വേണം, ഇല്ലെങ്കിൽ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റ് 100 KB മുതൽ 500 KBക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഒരു ചെക്കാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെക്കിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നെയിം പ്രിൻ്റഡ് ആയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബാങ്കിൻ്റെ പാസ്ബുക്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ സീലും സൈനും വേണം. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കാണിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചെക്ക് ലീഫ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ലീഫ് സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ കൊടുക്കാം. നമുക്ക് ആ ചെക്ക് ലീഫ് വ്യൂ ചെയ്യാം. സോ ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നെയിം ഇവിടെ പ്രിൻ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ നോ ഇഷ്യൂ. ഇതെല്ലാം ക്യാൻസൽ ചെക്ക് ലീഫ് നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. അതിനുശേഷം ക്ലോസ് കൊടുക്കുക. വീണ്ടും താഴോട്ട് പോയതിനു ശേഷം ഐ ആം അപ്ലൈയിങ് ഫോർ ദിസ് ക്ലെയിം യൂസിങ് ആധാർ ക്രെഡിറ്റ്സിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ആധാർ OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആധാർ OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കിട്ടും. സോ നമുക്കിപ്പം എൻ്റർ OTP ഓപ്ഷൻ വന്നു. ആ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് OTP ആൻഡ് ക്ലെയിം ഫോം. അപ്പോൾ നമ്മുടെ PFൻ്റെ അഡ്വാൻസ് വിഡ്രോവൽ ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് PFൻ്റെ ഫൈനൽ വിഡ്രോവൽ എങ്ങനെയാണെന്നാണ്. സോ വീണ്ടും ഞാനിവിടെ ഓൺലൈൻ ക്ലെയിം ഫോമിൽ പോയിട്ടുണ്ട്. അവിടെ ക്ലെയിം ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ PFുമായി ലിങ്ക് ചെയ്ത ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യണം. സോ നമ്മളിപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് EPF, ഡേറ്റ് ഓഫ് ജോയിനിങ് EPS, ഡേറ്റ് ഓഫ് എക്സിറ്റ് EPF. DOE എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു എംപ്ലോയി ഓൾറെഡി റിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു എംപ്ലോയിക്ക് ഫൈനൽ എമൗണ്ട് എടുക്കാം. റിസൈൻ ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് നമുക്ക് PFൻ്റെ ഫൈനൽ എമൗണ്ട് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് വിഡ്രോവൽ ചെയ്യാൻ കഴിയുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അവിടെ ഫസ്റ്റ് ഐ വാണ്ട് ടു അപ്ലൈ ഫോർ ഓൺലി PF വിഡ്രോവൽ ഫോം 19 ഉണ്ട്.
പിന്നെ ഓൺലി പെൻഷൻ വിഡ്രോവൽ ഫോം 10C ഉണ്ട്. പിന്നീട് PF അഡ്വാൻസ് ഫോം 31. ഫോം 31 നമ്മൾ ഓൾറെഡി വിഡ്രോ ചെയ്തതാണല്ലോ അഡ്വാൻസ് വിഡ്രോവൽ. ഇപ്പോൾ നമ്മൾ ഓൺലി PF വിഡ്രോവൽ ഫോം 19 ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നമുക്കൊരു വരുന്ന ഓപ്ഷനാണ് അപ്ലോഡ് ഫോം 15G. ഈ ഫോം 15G എങ്ങനെയാണ് അതെങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാനിവിടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എബോവ് 50,000 എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോഴാണ് ഫോം 15G കമ്പൽസറി ആണെങ്കിലും അതിന് അല്ലാതെ നമുക്ക് ഫോം 50G അപ്ലോഡ് ചെയ്യാം. സോ ഞാനിപ്പം ഫോം 15G ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ഡോക്യുമെൻ്റായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എംപ്ലോയി അഡ്രസ്സ്, നമ്മുടെ ആധാർ കാർഡിലെ അഡ്രസ്സ് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ഓപ്ഷൻ നമുക്ക് വരുന്നത് അപ്ലോഡ് സ്കാൻ കോപ്പി ഓഫ് ചെക്ക് ഓർ പാസ്ബുക്ക്. നമ്മൾ നേരത്തെ അഡ്വാൻസ് വിഡ്രോൾ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ചെക്ക് ലീഫ് അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി അപ്ലോഡ് ചെയ്യുക. സോ അതിനുവേണ്ടി ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അഗെയിൻ ഐ ആം അപ്ലൈയിങ് ഫോർ ദിസ് ക്ലെയിം യൂസിങ് ആധാർ ക്രെഡിറ്റൽസ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആധാർ OTP. സോ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വീണ്ടും ഒരു OTP വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെ ആ OTP ടൈപ്പ് ചെയ്ത ശേഷം വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോമിൽ ക്ലിക്ക് ചെയ്യുക. സോ PFൻ്റെ സെർവർ സ്ലോ ആവുന്നതുകൊണ്ട് മേ ബി ഇത് കുറച്ച് ടൈം എടുക്കാം, മേ ബി ഫെയിൽഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. സോ PF കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സെർവറിൻ്റെ ഇഷ്യൂ വരുന്നത്. സോ നമ്മുടെ ക്ലെയിം ഫോം ഇവിടെ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അതിനുശേഷം പ്ലീസ് ക്ലിക്ക് ചെയ്യുന്നില്ല ഓപ്ഷനിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. സോ സെർവർ സ്ലോ ആയതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആകാൻ ടൈം എടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ്, ഒരു PDF ഫയലാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അതിനുവേണ്ടി ഓൺലൈൻ ക്ലെയിം സർവീസിൽ പോയി ക്ലെയിം ഫോമിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ വെരിഫൈ ചെയ്യുക, S കൊടുത്ത് വെരിഫൈ ചെയ്യുക. സോ വീണ്ടും ഡൗണിൽ പോകുക. പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം ഫോമിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഐ വാണ്ട് ടു അപ്ലൈ ഫോറിൽ ഓൺലി PF വിഡ്രോവൽ ഫോം 90 നമ്മൾ ഓൾറെഡി ഇപ്പം ചെയ്തല്ലോ. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഓൺലി പെൻഷൻ വിഡ്രോവൽ ഫോം 10C. ഇത് പെൻഷൻ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം 10C. പെൻഷൻ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ ഫോം 15Gയുടെ ആവശ്യമില്ല. ഞാൻ അടുത്തതായി ഇവിടെ എംപ്ലോയിയുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ആധാർ കാർഡിൽ അതേ അഡ്രസ്സ്. അതിനുശേഷം ചൂസ് ഫയലിൻ്റെ അകത്ത് നമ്മുടെ ചെക്ക് ലീഫോ അല്ലെങ്കിൽ പാസ്ബുക്ക് കോപ്പിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ചെക്ക് ലീഫാണ് സെലക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ചെക്ക് ലീഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഐ ആം അപ്ലൈയിങ് കൊടുത്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ആധാർ OTP വന്നിട്ടുണ്ടാകും. ആ ആധാർ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ എൻ്റർ OTPൻ്റെ അടുത്ത് ഞാൻ ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വാലിഡേറ്റ് OTP ആൻഡ് ക്ലെയിം ഫോം സബ്മിഷനാണ് അവിടെ കൊടുത്തു. സോ നമ്മുടെ ആ ഒരു ക്ലെയിം ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ PDF ഡീറ്റെയിൽസ് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സോ നമ്മുടെ ഫോം 19 ഫോം 10C അങ്ങനെ രണ്ടും വിഡ്രോൾ ചെയ്തിട്ടുണ്ട്. അടുത്തായി ഓൺലൈൻ ക്ലെയിം സർവീസിൽ ട്രാക്ക് ക്ലെയിം ഫോം, നമ്മൾ ഈ PF വിഡ്രോൾ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ട്രാക്ക് ക്ലെയിം ഫോം ഇതിൽ ഓപ്ഷൻ ഉള്ളത്. സോ അത് നമുക്ക് എല്ലാ തവണയും വന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെ സ്റ്റാറ്റസ് എന്തായി നോക്കാൻ വേണ്ടിയിട്ട്. സോ PFൻ്റെ സെർവറിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഒക്കെ വരുന്നത് കാര്യങ്ങൾക്ക്. സോ നമുക്കിവിടെ കാണാം നമ്മുടെ ഫോം 10C നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ സബ്മിറ്റഡ് അറ്റ് പോർട്ടൽ, കറണ്ട് സ്റ്റേറ്റസ് ഓൺലൈൻ ക്ലെയിം സബ്മിറ്റഡ് അറ്റ് പോർട്ടൽ. സോ ഇത്രയുമാണ് PF വിഡ്രോവിൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.